ഈ വാവ് ബലിയും കാക്കയും തമ്മിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്, നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതിലെന്തെങ്കിലും സത്യമുണ്ടോ, എന്താ കാര്യം എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ച കുറച്ച് കാര്യങ്ങളിൽ കാര്യമായിട്ടുള്ള കാര്യം പറയാമെന്ന് വിചാരിക്കാം. നമ്മൾ ബലിച്ചോറ് കാക്ക എടുത്തില്ലെങ്കിൽ അല്ലെങ്കിൽ കാക്കയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലൊക്കെ ദോഷമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും അല്ലേ. കാക്ക എടുത്തില്ലെങ്കിലോ കാക്കയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ ഒരു ദോഷവും ഇല്ല. അത് ജലാശയത്തിൽ സമർപ്പിച്ച് മീനുകൾക്ക് ഭക്ഷണമാക്കാം, അല്ലെങ്കിൽ പശുക്കൾക്ക് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാം. എന്താണെന്ന് വെച്ചാൽ ജീവജാലങ്ങൾക്കുള്ള ഒരു സമർപ്പണം, ജീവജാലങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണമാണ് ബലിച്ചോറ് നൽകൽ. ബലി ചെയ്ത് സമർപ്പിക്കുന്ന അവസരത്തിൽ നാം ആവാഹിച്ചു വരുത്തിയ പിതൃക്കൾ യഥാസ്ഥാനത്തേക്ക് തിരികെ പോയ ശേഷമാണ് ബലിച്ചോറ് കാക്കയ്ക്ക് വെക്കുകയോ അല്ലെങ്കിൽ ജലത്തിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യണത്. അപ്പോൾ അത് പ്രത്യേകം ഓർത്ത് കഴിഞ്ഞാൽ ഈ ഒരു ആശയക്കുഴപ്പം മാറും. പിന്നെ ബലിയും കാക്കയും തമ്മിലുള്ള ബന്ധം എന്താ? അപ്പോൾ അതായത് ഒരു ഐതിഹ്യമാണ്. പുരാതന കാലം മുതൽ തന്നെ ഒരു ഐതിഹ്യം വിശ്വസിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഒരിക്കൽ മരുത്തൻ എന്ന രാജാവ് മഹേശ്വരയജ്ഞം നടത്തി. അപ്പോൾ ഇന്ദ്രാദി ദേവന്മാർ എല്ലാം അതിൽ പങ്കെടുത്തു. ആ സമയം രാക്ഷസ രാജാവായിട്ടുള്ള രാവണൻ അപ്രതീക്ഷിതമായിട്ട് അവിടെ കടന്ന് വരികയും ദേവന്മാരെയൊക്കെ ഉപദ്രവിക്കുകയും ചെയ്തപ്പോൾ ദേവന്മാരെ അന്ന് ശോഷിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ദേവന്മാരെന്ത് ചെയ്തു, ചില പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ രൂപത്തിലാണ് അവിടുന്ന് രക്ഷപ്പെടുന്നത്. അപ്പോൾ അക്കൂട്ടത്തിൽ യമദേവൻ കാക്കയുടെ രൂപത്തിലാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ ആ ഉപകാര സ്മരണയിൽ കാക്കകൾക്ക് കിട്ടിയ വരദാനമാണ് പിതൃപൂജയ്ക്ക് ശേഷമുള്ള ബലിച്ചോറ് ഭക്ഷിക്കാനുള്ള അവസരം. അതാണ് പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കഥ. അപ്പോൾ ഓർക്കുക, പിതൃക്കളായിട്ട് ചെല്ലുകയല്ല അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് കാക്കയ്ക്ക് നമ്മൾ കൊടുക്കുകയാണ്. അവിടെ കാക്ക തന്നെയാണ്. പിന്നെ ശനിദേവൻ്റെ വാഹനമാണ് കാക്ക. അപ്പോൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വഴി ശനിദോഷങ്ങൾക്ക് പരിഹാരമാകുന്ന വേറൊരു വിശ്വാസമുണ്ട്. പിന്നെ ഭോജനകാലേ കാക ബലീനാം എന്നൊരു പഴമൊഴിയൊക്കെ ഉണ്ട്. അതായത് ഭക്ഷണത്തിന് മുമ്പായിട്ട് കാക്കകൾക്ക് ഭക്ഷണം കൊടുക്കണം എന്നുള്ളത്. പക്ഷേ വിദ്യാസമ്പന്നരാണ് എന്ന് വിശ്വസിക്കുന്നവരുടെ മുന്നിൽ ഈ കഥയൊന്നും പോരാ, അല്ലേ, അതൊന്നും മതിയാവില്ല. അപ്പോൾ വിവേകത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടി ഒരു കാര്യം പറയാൻ, വ്യാഖ്യാനിക്കാൻ കഴിയണം. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ വായിച്ച അറിവ് വെച്ചിട്ട് പ്രകൃതിയിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ളൊരു പക്ഷി തന്നെയാണ് കാക്ക. പ്രകൃതി ശുചീകരണത്തിനും മാലിന്യ നിർമ്മാർജ്ജനത്തിനും കാക്കയോളം വരില്ല മറ്റൊരു ജന്തുവും. പിന്നെ ഈ നാൽപ്പാമരങ്ങളുണ്ടല്ലോ, അത്തി, ഇത്തി, അരയാൽ, പേരാൽ, അതിൻ്റെയൊക്കെ അത് വളരെ പ്രകൃതിക്ക് വേണ്ട വൃക്ഷങ്ങളിൽ പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൃക്ഷങ്ങളാണ്.